ഹലോ ആ കം രാവിലെ തന്നെ ശരി ടാറ്റ ബൈ 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 ടാറ്റ ബൈ 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 രാവിലെ തന്നെ ഹലോ എന്ന് പിന്നാലെ വന്നിട്ട് വിളിക്കുന്നുണ്ട്. കൊള്ളാം. ഹലോ, നമ്മളപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇപ്പോൾ സമയം 11:15. ഇന്നൊരു പ്ലസൻറ്റ് വെതറാണ് കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല രസമുണ്ട്. മഴയില്ല, വെയിലില്ല, ഒരു സുഖമുള്ള ഒരു കാലാവസ്ഥ. നമുക്ക് നേരെ പോവേണ്ടത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ എവിടുന്നേലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെങ്കിൽ കഴിക്കണം. നമ്മുടെ ഹോസ്റ്റലിൽ രാത്രി മാത്രമേ അവർ ഫുഡ് അവിടെ കൊടുന്നു തരുന്നുള്ളൂ. വേറെ സമയത്തൊന്നും ഫുഡില്ല. അവിടെ ചായയും കോഫിയും ഉണ്ട് കേട്ടോ. ചായയും കോഫിയൊക്കെ ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ത്രില്ലുണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ ചായ ഒന്നും കുടിച്ചൊന്നുമില്ല കേട്ടോ. പൊതുവേ ഞാനിപ്പോൾ ചായ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് കഴിച്ചിട്ട് സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടെ ഈ സ്ട്രീറ്റിൽ കുറേ ചെറിയ ചെറിയ തട്ടുകട പോലത്തെ കടകളുണ്ട് കേട്ടോ. ന്യൂഡിൽസ് ഷോപ്പുകളാണ്, ന്യൂഡിൽസ് ഷോപ്പുകൾ. ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ലോ. ഇവരുടെ തനതായിട്ടുള്ള ഫുഡുകൾ എന്തൊക്കെയോ കൊടുക്കുന്ന കടയാണ് കേട്ടോ. ഈ പാത്രം കണ്ടോ, കുക്ക് ചെയ്യുന്ന പാത്രം കണ്ടോ, 2 പാർട്ടാക്കി തിരിച്ചേക്കുവാണ്. അപ്പുറത്തെന്തോ ഒരു സൂപ്പ് പോലത്തെ ഒരു വെള്ളമുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് കുക്കിങ് നടക്കുന്നത് കേട്ടോ. ഇതാണ് എന്ത് സാധനം. ഇവരുടെ ഒരുപാട് ഐറ്റം ഫുള്ള് സൂപ്പ് മോഡൽ സംഭവങ്ങളായിരിക്കും. ലാസ്റ്റ് ഒരു വെള്ളം ഒഴിക്കും. എന്തൊക്കെയോ ഇടുന്നുണ്ട്. മീറ്റ് ഇടുന്നുണ്ട്, വെജിറ്റബിൾസ് ഇടുന്നുണ്ട്, കുറേ സംഭവങ്ങൾ. വെജിറ്റബിൾസ് കുറേ പച്ചയാണ്. നമ്മുടെ ഈ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഇത് കണ്ടോ ന്യൂഡിൽസ്, ആ ഗ്ലാസ് ന്യൂഡിൽസ്, അതൊക്കെ ആ ഒരു തവിയിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, അതിനിങ്ങനെ ഹോൾസ് ഉണ്ട്. നമ്മുടെ എന്തായാലും പറയാം, കൊട്ടക്കൈലോ അതുപോലത്തെ സാധനം. അതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കും. കണ്ടോ, അത്രേ ഉള്ളൂ കുക്കിങ്. അതിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. കണ്ടോ, എന്ത് ഫാസ്റ്റായിട്ടാണ് പുള്ളി ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കണം. നോക്കി, അതെന്തോ മീറ്റാണ് കേട്ടോ. അത് പോർക്കാണോ സംശയം. പോർക്കാണത്. എന്തൊക്കെയോ കോരിയിരുന്നു. ലാസ്റ്റ് ഇതാ അതിന് കുറച്ച് വെള്ളം കോരി വെച്ചു. സെറ്റ്, പരിപാടി കഴിഞ്ഞു. കണ്ടോ, ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ താഴത്തെ ഇതിങ്ങനെ ഇരുന്നാണ്ടാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ള തിരക്കുള്ള കടയാണ്. ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല. ഞാൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. സമയമുണ്ട് അത്യാവശ്യം. ഇപ്പോൾ 11:30 മണിയായിട്ടുള്ളൂ. 1 മണിക്ക് ശേഷം എത്തിയാൽ മതി സ്റ്റേഷനിൽ. അവിടെ പോയി കഴിക്കാം. ഞാൻ എന്നാൽ ഗ്രാബ് കിട്ടും നോക്കട്ടെ കേട്ടോ. ഒരു ചേട്ടൻ വരുന്നുണ്ട്. അത് പുള്ളിയാണോ ഗ്രാബ്? ഓക്കെ. ഒരു ചേട്ടനല്ല, ചേച്ചിയാണ് കേട്ടോ. പോവാന്ന്. ഇത് ശരിക്കും എന്നെ ഞെട്ടിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇന്നേ വരെ ഗ്രാബ് ബുക്ക് ചെയ്തിട്ട്, ഗ്രാബിൻ്റെ ബൈക്ക് ബുക്ക് ചെയ്തിട്ട് 15 സെക്കൻഡിൻ്റെ അപ്പുറം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മീൻസ് കോള് പിക്കപ്പ് ചെയ്യേണ്ട ടൈമാണ് ഞാൻ പറഞ്ഞത്. വണ്ടി വരാൻ ചിലപ്പോൾ 3 മിനിറ്റ് 4 മിനിറ്റ് എടുക്കും. പക്ഷേ അവർ ആ റിക്വസ്റ്റ് പിക്കപ്പ് ചെയ്യാൻ ഒരു 15 സെക്കൻഡ് അപ്പുറം ഇതുവരെ എനിക്ക് പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പിക്കപ്പ് ചെയ്യും. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ബൈ. സ്പീഡ് അല്പം കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. ഒരു ഇച്ചിരി സമാധാനക്കേട് ഉണ്ടായില്ല എപ്പോഴും ഇരിക്കുമ്പോൾ. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് മാക്സിമം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്കാണെങ്കിൽ ഹെൽമെറ്റും ഇല്ലല്ലോ. നമ്മളപ്പോൾ ഇതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ടോ. ബാങ്ഷു ഗ്രാൻഡ് സ്റ്റേഷൻ. ശരിക്കും ഗ്രാൻഡ് സ്റ്റേഷനായിട്ടത്. ഞാൻ അപ്പോൾ വന്നപ്പോൾ ഇവിടെ ഇതത്ര വിശദമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ആൾക്കാരൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഒരു കുറേ കാലം മുൻകൂട്ടി കണ്ടിട്ട് ഇത്രയും ഭീകരമാക്കി ഉണ്ടാക്കിയതാണെന്നാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് മാത്രം പാസഞ്ചേഴ്സൊന്നും ഇവിടെ എല്ലാം തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഒരുപാട് ദൂരമായിട്ട് നടക്കുന്നത്. അധികം ആൾക്കാരൊന്നും കാണാനില്ല. ഗേറ്റ് B ആണ് എനിക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത് എന്നാണ് ടിക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. അതൊന്നും തീരുമാനമായതിനു ശേഷം എന്തെങ്കിലും കഴിക്കാം. ഇവിടെ അന്ന് വന്നപ്പോൾ കുറേ ഫുഡ് കോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പോഴല്ല, ഇന്നലെ വന്നപ്പോൾ. ഓക്കെ, ഗേറ്റ് Bയിൽ കാണിക്കുന്നത് കണ്ടോ, നോർത്തേൺ ലൈനാണ്, ചിയാങ് മൈ. എന്തായാലും നമുക്കിനി ഫുഡ് കിട്ടും നോക്കട്ടെ. ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്തു നിന്ന് കേട്ടോ ഞാൻ ഇന്നലെ ഫുഡ് വാങ്ങിച്ച് കഴിച്ചത്. ഞാൻ അധികം ഒന്നും ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ചോയ്സസ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഉണ്ട്, ഹലാൽ ഫുഡൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള ക്യുസീൻസ് ഉണ്ട്. തായ് ഫുഡാണ് പ്രധാനമായിട്ടുള്ളത്. അതിനകത്ത് പ്രത്യേകിച്ച് ഇവിടെ 1-2 ഷോപ്പ് ഇത് കണ്ടോ, ഹലാൽ ഫുഡ് ബൈ മുസ്ലിം 100% എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം വന്ന് വാങ്ങി നോക്കാം. എനിക്കിതൊന്നും പരിചയമില്ല കേട്ടോ. ഇതിൽ ഒരു ഐറ്റം എനിക്ക് മുമ്പ് കഴിച്ച പരിചയമൊന്നും ഇല്ലാത്തതാണ്.
ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു ചേട്ടനെ ഒരു ഫിഷ് വാങ്ങിക്കുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ കൊള്ളാൻ തോന്നി. നോ പ്രോബ്ലം നോ പ്രോബ്ലം, ലീവ് ഇറ്റ്. അവർ തമ്മിൽ അടികൂടുകയാണ്. ഇത് വലിയൊരു ഫിഷിന്റെ പീസാണോ അതോ ഇതേ വലിപ്പമുള്ള മീനാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. കുടുങ്ങിപ്പോയി. ഇറ്റ്സ് ഓക്കെ. ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഓർഡർ ചെയ്ത സാധനം. ഫ്രൈഡ് ഷിസാമോ ഫിഷ് വിത്ത് റൈസ്. ഇവിടെ വേറെ സംഭവം കണ്ടോ, ഇതെന്തോ ഒരു മാവിലുണ്ടാക്കിയ സംഗതിയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കാടമുട്ട കേട്ടോ. ഇതാണ് സംഗതി കേട്ടോ. അതായത് കണ്ടോ, നമ്മൾ ഈ സമൂസ ഉണ്ടാക്കണ പോലത്തെ ഒരു സംഭവമാണ്. ഒരു ഷീറ്റ്, അതിനകത്ത് ഒരു കാടമുട്ട ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മടക്കുന്നതുണ്ടോ, അത് പൊരിച്ചെടുക്കുന്നതാണ്. വലിയ പ്രൈസ് ഒന്നുമില്ല, 20 ഭാഗത്തുള്ളൂ ഒരു സ്റ്റിക്കിന്. 4 പീസ് ഉണ്ട് അതിനകത്ത്. ഞാനിപ്പോൾ ഇത് കുറേ കഴിച്ച് നിങ്ങളോട് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പക്ഷേ അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു സംശയം. നോക്കുമ്പോൾ റെക്കോർഡായിട്ടില്ല. സംഭവം കൊള്ളാം. നമ്മൾ കുറച്ച് കഴിച്ചു. നമ്മുടെ നത്തോലിയില്ലേ, നത്തൽ, അതുപോലത്തെ ചെറിയൊരു മീനാണ് കേട്ടോ. ഇത്രയും വലിപ്പമൊന്നും മീനില്ല. ഇതതിൻ്റെ പുറത്തുള്ള മസാലയാണ്. കഴിക്കുമ്പോൾ ഫിഷ് ഫിംഗേഴ്സ് കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ബ്രോസ്റ്റഡ് ചിക്കനുള്ള മസാല ആ സെയിം മസാലയിൽ മുക്കിയിട്ട് ചെറിയ മീൻ ഫ്രൈ ചെയ്തെടുത്താണ്, വേറെ ഒന്നല്ല. പക്ഷേ ഓക്കെയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ആളിങ്ങനെ ആസ്വദിച്ച് കടന്ന് ഫോണിൽ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പാട്ടൊക്കെ പാടിയിട്ട്. ഞാൻ നോക്കിയപ്പോൾ പാട്ട് നിർത്തിയിട്ടോ. അതാണ് സംഭവം. അതായത് വണ്ടി പോകുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പേ തുറക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ അമ്മമാർ എന്നോട് 1 മണിക്കൂർ മുമ്പ് വരാൻ പറഞ്ഞത്? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയിട്ട് ക്യൂ നിന്നു കേട്ടോ. ആ ഗേറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ആ ലൈനിൽ വന്നിട്ട് നമ്മുടെ ടിക്കറ്റൊക്കെ പരിശോധിച്ച് ഉറപ്പ് വരുത്തി കറക്റ്റ് 20 മിനിറ്റ് മുമ്പ് ഗേറ്റ് ഓപ്പൺ ആക്കി. ഇപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിൽ എത്തി കേട്ടോ. ഇതാണ് ട്രെയിൻ കേട്ടോ. ശരിക്കും ട്രെയിൻ കണ്ടോ, ഞാൻ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെ ഒരു വണ്ടിയാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയാണ്. വിൻഡോ ഒക്കെ അടിപൊളിയാണ്. എന്നിട്ട് പിന്നെ സാധാരണ നമ്മുടെ ഇങ്ങനത്തെ സീറ്റുകളൊക്കെയാണ്. കണ്ടോ കണ്ടോ, ട്രെയിനും പ്ലാറ്റ്ഫോമും തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പാലം വെച്ചിട്ടാണ് കേട്ടോ. കണ്ടോ, പാലമൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ഡോറാണ്, വളരെ ചെറിയ ഡോറാണ്. നമ്മൾ ഈ ബാഗ് ഇട്ടിട്ട് കയറുമ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കയറണം. വളരെ കുഞ്ഞു ഡോറൊക്കെ. അയ്യോ അടിപൊളി. റിസർവ്ഡ് ഫോർ മോങ്സ്, ഡിസേബിൾഡ്, സീനിയർ സിറ്റിസൺ. ഇതൊക്കെ ഈ ബുദ്ധിസ്റ്റ് മോങ്സ് ഉണ്ടാവില്ലേ, അവർക്കും ഡിസേബിൾഡിനും സീനിയർ സിറ്റിസൺസിനും വേണ്ടിയിട്ട് റിസർവ് ചെയ്താത്രേ കുറച്ച് ഏരിയ. ഓക്കെ 21 കേട്ടോ. ഈ സീറ്റാണ് എൻ്റേത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട രഞ്ജിത്ത് സാറിൻ്റെ ഓഫീസിലൊരു അദ്ദേഹത്തിൻ്റെ കൊളീഗ് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ ഈ 3rd ക്ലാസ് ടിക്കറ്റാണ് ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കേണ്ടി വരും 14 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. ഞാൻ പിന്നെ ഓക്കെ, ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ എടുത്തത്. എന്തായാലും കൊള്ളാം. സംഭവം നല്ല വൃത്തിയും വെടുപ്പുണ്ട്. ഈ 2 സീറ്റാണ് കേട്ടോ ഇങ്ങനെ 2 സൈഡിലുള്ളത്. ഞാൻ ജസ്റ്റ് ഈ ട്രെയിനൊന്നും കാണാൻ വേണ്ടിയിട്ട് ഞാൻ എണീറ്റ് നടന്നാണ് കേട്ടോ. എൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ചെറിയ ഡോറാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഡോറും ഈ പ്ലാറ്റ്ഫോമും തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. സോറി, ട്രെയിനും ഈ പ്ലാറ്റ്ഫോമും തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ആ പാലം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി സാധാരണ പോലെ നമുക്ക് അവിടെ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. പക്ഷേ ഇവിടെ സംഭവം ഉണ്ട് കേട്ടോ. ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് കണ്ടോ 2 വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കൊള്ളാമല്ലോ പരിപാടി. ഈ ഒരു ഭാഗത്തെ കുറച്ച് സീറ്റ് ഒഴിവാക്കിയിട്ട് ഇവിടെ 2 വാഷ് ബേസിൻസ്, പിന്നെ മിററൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് സീറ്റ് ഉണ്ട്, പിന്നെ അങ്ങോട്ട് ബാക്കി സീറ്റുകൾ. കണ്ടോ, ട്രെയിനിൽ നിന്നോട്ട് പുറത്തേക്ക് നോക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എത്രയും വലിയ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് മനസ്സിലാവുന്നില്ല. ഇതാ സിഗ്നൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ഇപ്പോൾ പുറപ്പെടും. സംഭവം ഇൻട്രസ്റ്റിംഗ് ആട്ടോ. കുറച്ചധികം ശബ്ദം ഉണ്ടെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ രസമാണ്. ഞാൻ ഈ ടോയ് ട്രെയിനിലൊക്കെ പോകില്ലേ, നമ്മൾ ഊട്ടിക്കൊക്കെ പോയ ടോയ് ട്രെയിനൊക്കെ അല്ലേ, അതിനെ പോലെയൊക്കെ തോന്നുക. ഒരു തമാശ ട്രെയിൻ, ഒരു സീരിയസ് അല്ല. എന്നാലും 2:15 കൃത്യം അവിടുന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏറെക്കുറെ ബാങ്കോക്ക് സിറ്റീൻ്റെ പുറത്തെത്തിയെന്ന് തോന്നുന്നു. ഇതുവരെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് ഗ്രീനറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുമ്പിലെ സീറ്റിൽ ഒരാളല്ലോ കേട്ടോ, ഒരാൾ വന്നിട്ടില്ല. ഞാൻ ഇരിക്കുന്ന സീറ്റിലും ഒരാൾ വന്നിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം വിശാലമായിട്ട് ഇരിക്കാൻ പറ്റും. ആ ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടൈറ്റ് ആവും. ടിക്കറ്റ് പരിശോധിക്കുന്നു. താങ്ക് യു. ടിക്കറ്റ് പരിശോധിക്കാൻ ആൾക്കാർ വന്നു കേട്ടോ. കുറേ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്.
ഭയങ്കര ഫാസ്റ്റായിട്ട് ഇങ്ങനെ വന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ചെറിയ തോക്ക്, അതുപോലെ വാക്കി ടോക്കി, അങ്ങനെ ഫുൾ സെറ്റപ്പിൽ ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ പോലീസിന്റെ യൂണിഫോമാണ്, കളർ കാക്കി. ആ റിസർവ് ചെയ്ത് വെച്ച സ്ഥലത്ത് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബുദ്ധ സന്യാസിമാർ ഇരിപ്പുണ്ട് കേട്ടോ. ട്രെയിൻ ഒരു നോർമൽ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് സമയമായിട്ട് തായ്ലൻഡിന്റെ ഏതൊക്കെയോ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റേഷൻ വന്നു കേട്ടോ. ഇതുവരെ നമ്മൾ കണ്ട സ്റ്റേഷനൊക്കെ വലിയ വലിയ സ്റ്റേഷൻസ് ആണ്. അതിന്റെ അകത്തേക്കൊക്കെ നമ്മൾ അവിടുന്ന് കയറിയില്ല, അതുപോലത്തെ സ്റ്റേഷനുകളൊക്കെയാണ്. ഇപ്പൊ ഇതാ കുറച്ചു പേരൊക്കെ ഇവിടെ ഇറങ്ങി കേട്ടോ. ഒരു ചെറിയ സ്റ്റേഷനാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളൊരു 3-4 സ്റ്റേഷനാണ് പിന്നിട്ട് കേട്ടോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകൾക്കാണ് ആൾക്കാർ ഈ 3rd ക്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് ഇവിടുന്ന് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ട്രാവൽ ചെയ്യുന്ന ആള്. വേറെ കുറച്ച് ടൂറിസ്റ്റുകളെ കണ്ടിരുന്നു. അവരും ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും, ചിയാങ് മൈക്കായിരിക്കും സാധ്യതയുണ്ട്. അയോധ്യ എന്ന് പറയുന്ന സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഞാൻ അതിനെക്കുറിച്ചിട്ട് വായിച്ചപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് കണ്ടിരുന്നു. ഇതൊരു ആൻഷ്യൻ സിറ്റിയാണ് അത്രേ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഉള്ള ഒരു സിറ്റിയാണെന്ന് ഞാൻ ഈ റൂട്ടിനെ കുറിച്ചിട്ടൊന്ന് പഠിച്ചപ്പോൾ അതിനകത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. അയോധ്യ, ഓരോ പേരില്ലേ, അയോധ്യ എന്നൊക്കെ പറയുന്ന പോലെ തോന്നില്ലേ, അയോധ്യ. ഇതാ പേരിതാ അയോധ്യ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി പുറപ്പെട്ടു കേട്ടോ. പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ കണ്ടോ മരത്തിന്റെ ബെഞ്ചുകളാണ് കേട്ടോ, പഴയ മരത്തിന്റെ ബെഞ്ചുകളൊക്കെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഇതൊരു ആൻഷ്യൻ സിറ്റി ആണെന്ന്. നമ്മുടെ ബുദ്ധസന്യാസിമാരൊക്കെ പരസ്പരം ജോലിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരും മൊബൈൽ ഫോണിലാണ് കേട്ടോ. മറ്റേ ദിലീപ് പറഞ്ഞ പോലെ എനിക്ക് സംസാരിക്കാൻ മാത്രം ഇവിടെ ആരുമില്ല. എനിക്കിങ്ങനെ മിണ്ടാതിരുന്നിട്ട് മുഖത്തേക്ക് കാറ്റും അടിച്ചിട്ട് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വേറെ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അതായത് സ്റ്റേഷൻ്റെ 2 ഭാഗത്തും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന ഇൻ ബിറ്റ്വീൻ പ്ലാറ്റ്ഫോമുകൾ ഇത്രയും ചെറുതാണ് കേട്ടോ. വളരെ ചെറിയ പ്ലാറ്റ്ഫോം കണ്ടോ, വലിയ വീതിയൊന്നുമില്ല. അതിനകത്തേക്ക് നടന്നു വരാനുള്ള വഴിയുമില്ല കേട്ടോ. ആളുകൾ ഇങ്ങനെ ട്രാക്കിൽ കൂടി തന്നെ ക്രോസ് ചെയ്തിട്ട് വേണം ഈ ചെറിയ ചെറിയ പ്ലാറ്റ്ഫോംസിലേക്ക് വരാൻ. ഇങ്ങനെ നടന്ന് വന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടാണ് ആൾക്കാർ ട്രെയിനിലേക്ക് കയറുന്നത് കേട്ടോ. ഈ വിൻഡോ അടിപൊളിയാണ് കേട്ടോ. കമ്പിയൊന്നും ഇല്ലാത്ത ഫുൾ ഓപ്പൺ ആയിട്ടുള്ള വലിയ വിൻഡോ ആണ്. നമുക്ക് വിശാലമായിട്ട് കാണാനൊക്കെ പറ്റും. നല്ല രസമാണ്. ഈ സാധനം ഇങ്ങനെ പൊക്കാം, മഴ വരികയാണെങ്കിൽ ഇതിങ്ങനെ പൊക്കാൻ പറ്റും. പൊങ്ങുന്നില്ലല്ലോ. കേട്ടാ, സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്. നാളെ രാവിലെ വരെ ഇരിക്കുമ്പോൾ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ വേറെ സ്റ്റേഷൻ വന്നിട്ടോ. ഈ പ്ലാറ്റ്ഫോം നോക്കിയേ, ചെറിയ സ്റ്റേഷനാണ്. അധികം യാത്രക്കാരൊന്നും ഇല്ലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഈ ട്രെയിനിലേക്കൊന്നും ആരും കയറിയിട്ടില്ല. പക്ഷെ നോക്കി എന്ത് വൃത്തിയാണ്. പിന്നെ നല്ല ഭംഗിയിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട്, ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ല കാര്യമായിട്ട്. പക്ഷെ നല്ല ചെടിയൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരല്ലേ. ഇങ്ങനെയുള്ള കുറേ സ്റ്റേഷൻസ് ഇപ്പോൾ നമ്മൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ബാങ്കോക്കിൻ്റെ നഗര ഭൂപ്രകൃതിയെയും വടക്കൻ തായ്ലൻഡിൻ്റെ പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയെയും ബന്ധിപ്പിക്കുന്ന റെയിൽപാത എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ റൂട്ടിനെ വിശേഷിപ്പിക്കാം. അതായത് ചരിത്രപരവും സാംസ്കാരികപരവുമായി നോക്കിയാലും വളരെ വ്യത്യസ്തമായ 2 നഗരങ്ങളെയാണ് ഈ പാത ബന്ധിപ്പിക്കുന്നത്. ബാങ്കോക്ക് ഒരു തിരക്കേറിയ മെട്രോപോളിസ് ആണെങ്കിൽ പുരാതനമായ ക്ഷേത്രങ്ങൾക്കും സമ്പന്നമായ ചരിത്രത്തിനും പ്രകൃതി ഭംഗിക്കും ഗ്രാമക്കാഴ്ചകൾക്കും പേരുകേട്ടതാണ് ചിയാങ് മൈ. കുറേ നേരമായി പരമ്പരാഗതമായ തായ് ഗ്രാമങ്ങളും നെൽപ്പാടങ്ങളും പർവ്വത പ്രദേശങ്ങളുമൊക്കെ താണ്ടി ട്രെയിൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനാല തുറന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞാനങ്ങനെ ഇരിക്കുന്നു. ഇടയ്ക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മുടെ പാസഞ്ചർ ട്രെയിനുകളിലേതുപോലെ നാട്ടുകാരായ കച്ചവടക്കാർ ഓരോ ഭക്ഷണ സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നഗരക്കാഴ്ചകളിൽ നിന്ന് മാറിയിട്ട് തായ്ലൻഡിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളിൽ നിന്നുള്ള ഓത്തൻറ്റിക് അനുഭവങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഈ ഒരു യാത്ര തിരഞ്ഞെടുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ കാറ്റ് മുഖത്തേക്കടിച്ച് കുറേ നേരം ഇരുന്നപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. കയ്യിലിരുന്ന ഫോൺ താഴേക്ക് വീണപ്പോഴാണ് പിന്നീട് ഉണർന്നത്. ഫോണ് വീണിട്ട് ഉണർന്ന് നോക്കുമ്പോൾ ഞാൻ ഒരു സ്റ്റേഷനിൽ നിൽക്കുക കേട്ടോ. ഏതോ ഒരു സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്, ഡോറിൻ്റെ അങ്ങോട്ട്. അപ്പോഴത്തേക്ക് വണ്ടി എടുത്തു. സമയം 6 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ പുറപ്പെട്ടിട്ട് 4 മണിക്കൂർ പോലും തികച്ചായിട്ടില്ല. ഇനി 10 മണിക്കൂറിൽ കൂടുതൽ സമയമുണ്ട്. പക്ഷെ ഒരു അരമണിക്കൂർ കൊണ്ട് ഇരുട്ടാവും.
പിന്നെ കാര്യമായിട്ട് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പറ്റുകയാണെങ്കിൽ ഇത്തിരി ഉറങ്ങണം എങ്ങനെയെങ്കിലൊക്കെ ഇരുന്നിട്ട്. ഇപ്പോഴത്തെ ഉറക്കല്ല കേട്ടോ, അതൊരു മാതിരി ഉറക്കാണ്. 2 സീറ്റ് കാലിയാവുകയാണെങ്കിൽ വേണമെങ്കിൽ അങ്ങോട്ട് കാല് നീട്ടി വെച്ചിട്ട് കിടക്കാൻ പറ്റും. പക്ഷെ 2 സീറ്റ് കാലിയാവും തോന്നില്ല. അത്യാവശ്യം ആൾക്കാർ ഇങ്ങനെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു ലോക്കൽ ട്രെയിൻ. ഞാനിപ്പോൾ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ അതൊരു പ്രീമിയം സെറ്റപ്പ് ആയിരിക്കും. ജപ്പാനിൽ പോയതും കൊറിയയിൽ പോയതാണെങ്കിലും പിന്നെ നമ്മൾ നോർമലി പോകുമ്പോൾ സിറ്റികളിലുള്ള ഈ മെട്രോ ട്രെയിനുകളിലാണല്ലോ യാത്ര ചെയ്യുന്നത്. ഇങ്ങനത്തെ ലോങ് ട്രെയിനിൽ പുറം രാജ്യത്ത് പോകുമ്പോൾ ഞാൻ വളരെ അപൂർവമേ കയറിയിട്ടുള്ളൂ. അപൂർവമല്ല, കയറിയിട്ടുണ്ട്. ഇപ്പോൾ ജപ്പാനിൽ നിന്നൊക്കെ ആണെങ്കിലും മറ്റേ ബുള്ളറ്റ് ട്രെയിനൊക്കെ കയറിയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ദൂരം പോയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രീമിയം സെറ്റപ്പാണല്ലോ. ഒരു AC കമ്പാർട്ട്മെൻറ്റ്, പുറത്തേക്ക് പോയൊരു ബന്ധമില്ല. ആദ്യം കയറിയ ആൾക്കാരനെ മിക്കവാറും ലാസ്റ്റ് വരെ ഉണ്ടാവുക, അങ്ങനെയൊക്കെയാണല്ലോ. ഇത് അങ്ങനെയല്ലല്ലോ. ഇതൊരു ഭയങ്കര രസമുള്ള യാത്ര ചെയ്യുന്നതായാലും. ടോയ്ലറ്റ് ഒക്കെ അടിപൊളിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഭയങ്കര ആധുനികം അല്ല, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ, പക്ഷേ നല്ല വൃത്തിയുണ്ട്. ഈ ടോയ്ലറ്റ് ഉണ്ടോ നമ്മുടെ നോർമൽ ഇന്ത്യൻ ടോയ്ലറ്റ് രീതിയിലുള്ള സംഭവമായിട്ടോ. നേരെ അപ്പുറത്തുള്ളത് യൂറോപ്യനാണ്. എല്ലാ കമ്പാർട്ട്മെന്റിലും അങ്ങനെയാണ്. ഒന്ന് യൂറോപ്യൻ ടോയ്ലറ്റും ഒന്ന് ഈ സംഭവമായിട്ടോ. വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ ടോയ്ലറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. കുറേ കച്ചവടക്കാർ വന്നിരുന്നു. ഞാൻ അപ്പോഴൊന്നും ഒന്നും വാങ്ങിയില്ല. ഞാൻ 1-2 സാധനം അവിടുന്ന് തന്നെ വാങ്ങി കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി കാണുന്ന ഒരാളിരുന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒരു ചേച്ചി വന്നു. പക്ഷേ എൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ആ ചേച്ചി അങ്ങോട്ട് തിരിച്ചു പോയി. ചേച്ചി എന്ത് പണിയാട്ടെ, ചേച്ചി അങ്ങോട്ട് പോയി. നമ്മുടെ തൊട്ടപ്പുറത്തായിട്ടൊരു കപ്പിൾ ട്രാവൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ കയ്യിലൊരു ബോക്സ് ഉണ്ട്. ഞാൻ കുറച്ച് നേരം ശ്രദ്ധിക്കുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ആ ബോക്സ് ഒരു പൂച്ചക്കുട്ടിയായിരുന്നു കേട്ടോ. ആ ബോക്സിൽ നിന്ന് ആ പൂച്ചക്കുട്ടീനെ എടുത്തിട്ട് അവർ അപ്പുറത്തെ സീറ്റിൽ വെച്ചപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ക്യാമറ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. സമയം 11:45. ഒരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. അതായത് ഒരു മാങ്ങ കട്ട് ചെയ്തിട്ട് വാങ്ങിയിരുന്നു. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ച കടയിൽ നിന്ന് ആ കാടമുട്ടേൻ്റെ സംഭവം കണ്ടില്ലേ, അതൊരു പോർഷൻ വാങ്ങിയിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളതൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു വിശക്കുമ്പോൾ വാങ്ങാമെന്ന്. പിന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങി. 10 മണി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കച്ചവടക്കാരനും വന്നില്ല. ഇപ്പം നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ 4 മണിക്കാണ് സ്റ്റേഷനിൽ എത്തുന്നത്. പിന്നെ ആ സമയത്ത് ഫുഡൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ. സാരല്ല, വിശപ്പ് സഹിക്കാം. നമ്മുടെ ആ പൂച്ചക്കുട്ടിയെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന കപ്പിളില്ലേ, അവർ കുറച്ച് നേരം ആ പൂച്ചക്കുട്ടിയുടെ കഴുത്തിലെ കയറിലും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ചക്കുട്ടീനെ ആ പുള്ളിക്കാരൻ ഇരുന്ന സീറ്റിൽ ഇരുത്തിയിട്ട് പുള്ളി താഴത്ത് തറയിലിറങ്ങി ഇരിക്കുന്നുണ്ട്. പുള്ളി ഇരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സീറ്റിൽ ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പോസിറ്റ് സീറ്റിൽ ആളില്ല. പക്ഷേ എപ്പോഴും പുള്ളിക്കാരൻ താഴത്ത് ഇരുന്നിട്ട് ആ പൂച്ച കിടക്കുന്നതിൻ്റെ അടുത്ത് തല വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങുന്ന രീതിയിലാണ് കേട്ടോ പുള്ളി ഇരിക്കുന്നത്. ട്രെയിനിൽ ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ ഓരോ ആൾക്കാരൊക്കെ ഉള്ളൂ. എല്ലാവരും എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഉറങ്ങുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ സീറ്റിൽ ഉറങ്ങാൻ എനിക്കറിയില്ല എന്നൊരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയി എന്നുള്ളൂ കേട്ടോ. ഇതിനേക്കാളും കഠോരമായ സാഹചര്യങ്ങളിൽ നമ്മൾ എത്രയോ ഉറങ്ങിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ആളുകളുടെ തിരക്കില്ലല്ലോ. ചില ട്രെയിനിൽ നമുക്ക് ഒരു കാല് പോലും മര്യാദക്ക് കുത്തി നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിന്ന് തൂങ്ങിയിട്ട് ഉറങ്ങിയിട്ടുള്ള സാഹചര്യം പോലും നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് വലിയ പ്രശ്നമൊന്നുമില്ല. പുറത്തേക്ക് നോക്കിയപ്പോൾ ശരിക്കും ഏതോ ഒരു കാട്ടിൽ കൂടി പോകുന്ന പോലെ തോന്നിട്ടോ. അങ്ങനെ എന്തായാലും മുന്നിലെ സീറ്റിലേക്ക് കാല് നീട്ടി വെച്ചിട്ട് ഒരുവിധം ഒപ്പിച്ചിരുന്നുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, അത്യാവശ്യം നന്നായി തന്നെ കുറച്ചധികം സമയം ഞാൻ നന്നായിട്ട് ഉറങ്ങിട്ടോ. പിന്നീട് ഉണർന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു നേരം വെളുക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അതായത് ഈ റെയിൽപാതക്കരികിലൂടെ പാരലായിട്ട് പോകുന്ന റോട്ടിൽ കൂടെ കുറേ വണ്ടികളും അതുപോലെ ആളുകളൊക്കെ കുറേശ്ശെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ചിയാങ് മായിൽ എത്തുമെന്ന് പറഞ്ഞ സമയം ആണെങ്കിൽ അതിന് ഇനി അരമണിക്കൂറേ ഉള്ളൂ. റൈറ്റ് ടൈം ആണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമ്മൾ ചിയാങ് മായ് എത്തും. കൊള്ളുന്നില്ലല്ലോ. അങ്ങനെ പുലർച്ചെ 4:47 കേട്ടോ. പറഞ്ഞ സമയത്തിന് ഏകദേശം ഒരു അരമണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മുടെ വണ്ടി എത്തിയിട്ടുള്ളത് കേട്ടോ. ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് 5 മണിയാവാൻ 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. എങ്ങോട്ട് പോകണം എന്നൊരു ഐഡിയ ഒന്നുമില്ല. എന്തായാലും ജസ്റ്റ് പുറത്തിറങ്ങി നോക്കാം. ബെഞ്ചുകൾ നോക്കിയേ,
യാത്രക്കാർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകൾ നോക്കി നല്ല കട്ടിയും കനമുള്ള മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടോ, തടി കഷ്ണങ്ങൾ അങ്ങനെ കൊണ്ടുവച്ചേക്കും. പിന്നെയുണ്ടോ അത്യാവശ്യം നല്ല പഴക്കമുള്ള സ്റ്റേഷനാണ് കേട്ടോ. പുറത്തിറങ്ങാൻ നിൽക്കുന്ന സ്ഥലത്ത് കുറേ ടാക്സിക്കാർ പതിവ് പോലെ വന്നിട്ട് ആൾക്കാരങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയതാണ്. 1922 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ റെയിൽവേ സ്റ്റേഷന്. 1922 നോർത്തേൺ തായ്ലൻഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ നോർത്തേൺ തായ്ലൻഡിനെ ബാങ്കോക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കേട്ടോ ഈ ചിയാങ് മായ് റെയിൽവേ സ്റ്റേഷൻ. ഇത് ശരിക്കും ചിയാങ് മായ് ഓൾഡ് സിറ്റിയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതെന്തായാലും കൊള്ളാം. സീറ്റ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയാണ്. കുറച്ച് നേരം ഇരുന്നിട്ട് ആലോചിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. ഞാൻ ഇവിടെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. ചിയാങ് മായിനെ കുറിച്ചിട്ട് വായിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. ചിയാങ് മായ് എന്ന് പറയുന്നത് നിറച്ച് മലകളൊക്കെ ഉള്ള മൗണ്ടേനിയസ് നോർത്തേൺ തായ്ലൻഡിൻ്റെ ഒരു സിറ്റിയാണ്. ശരിക്കും ഒരുപാട് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ചിയാങ് മായ്. അതുപോലെ തന്നെ തായ്ലൻഡിൻ്റെ കരകൗശല വിദ്യയുടെ കേന്ദ്രമായിട്ടും അറിയപ്പെടുന്നത് ഈ ചിയാങ് മായ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. പിന്നെ ഫൂപ്പിംഗ് പാലസ് ഉണ്ട് കേട്ടോ, ഫൂപ്പിംഗ് പാലസ്. അത് അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല. അതിവിടെയാണ്. അതായത് തായ്ലൻഡിൻ്റെ റോയൽ ഫാമിലിയുടെ വേനൽക്കാല വസതി, സമ്മർ ഹോം, അതിവിടെയാണ്. കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് കുറേയൊക്കെ വരും ദിവസങ്ങളിൽ അനുഭവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിയ Nia, hotel you. നിയ മീൻസ് Hotel Nia Nai Basa. ഇംഗ്ലീഷ് Traveler in Nia Nai Basa. Inside city. അദ്ദേഹം ഹായ്, ഗുഡ് മോർണിംഗ്. യുവർ നെയിം? Chai. ചായ്. CHAI. CHAI ചായ്. ഞാൻ ചായ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അദ്ദേഹത്തെ കിട്ടിയത്. You? അഷ്റഫ്. Asalop. അഷ്റഫ്. Asalop. ASHRAF. Okay. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. Chai. പുള്ളി ടാക്സിക്കാരനാണ് കേട്ടോ. എനിക്ക് റൂം വേണോ ചോദിച്ചു വന്നാൽ. അപ്പോൾ ആ മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര പൈസ ഒന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതോ ഇവിടെ ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയതാണ് സ്റ്റേഷൻ്റെ. ഇവിടെ 1-2 ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചായയോ കോഫിയോ കുടിച്ചിട്ട് പോയാൽ മതിയോ എന്ന് ആലോചിക്കുന്നുണ്ട്. പുള്ളിയുടെ കാറാണ്. കാറ് നമുക്ക് ആവശ്യമില്ല, ശരിക്കും 1-1.5 കിലോമീറ്റർ ഉള്ളൂ. ബൈക്ക് ടാക്സി കിട്ടിയാലും മതി. പുള്ളി എനിക്ക് ഇവിടുത്തെ മാപ്പ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകാൻ കേട്ടോ, എന്നെ കൺവീൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓൾഡ് സിറ്റി എന്ന് പറഞ്ഞില്ലേ, ആ ഓൾഡ് സിറ്റിക്കകത്താണ് ഒരു ഹോട്ടലുള്ളത്. അവിടെ താമസിക്കാൻ രസമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എനിക്ക് മാപ്പ് കാണിച്ചു തരുന്നതാണ്. Train here. യെസ്. Hotel you. ഇൻസൈഡ് ഓൾഡ് സിറ്റി. Old city. Yeah. ഓക്കെ എല്ലോ Train here. ഉണ്ടോ ഈ മഞ്ഞ കളറിൽ വരച്ചിട്ടില്ലേ, അതാണ് ഓൾഡ് സിറ്റി. ഇത്ര Old city. ഇൻസൈഡ് ഓൾഡ് സിറ്റി ദ ഹോട്ടൽ. Hotel I check. പുള്ളിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. Roy Road. ചെങ്ങായി രാവിലെ തന്നെ തലങ്ങും വിലങ്ങും നടത്തുകയാണല്ലോ. ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാന്ന് പറയുന്നുണ്ട്. Okay. Open now. Open, okay, but check-in time is usually 11 o'clock. Little bit extra money. Yeah. How much? Maybe 50 or 100 baht. Oh, You okay. can say discount for you. Okay. Tell you. Are Okay. you from India. India? You come Chiang Mai. Where Thank you you. live India? Thank you. Kerala. Kerala. Oh, not Bombay. Not Bombay. Bombay city. ഈ ചെങ്ങായി Taxi. ഇത്രയും വലിയ വണ്ടിയിലാണ്. Airport. Oh, Meter. this one.นี่ไปโกโอเดซิตี้เรดคาร์เรดบัส ഈ പാവം കുറെ നേരം അതിന്റെ പുറകെ നടക്കണം. ശരിക്കും എനിക്കൊരു ബൈക്ക് മതി. ഇത് കണ്ടോ 150 ബാത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു 150 ബാത്ത് അധികം അല്ല. അപ്പൊ ഇത്രയും വലിയ വണ്ടിയാണ് ഇതിനകത്ത് നിങ്ങൾ ഒറ്റക്കല്ലേ പോണൂന്ന്. ബിഗ് കാർ. one people now direct. യു ഗിവ് മീ ഡിസ്കൗണ്ട്. Okay, I take you 120. പാവം മനുഷ്യൻ. ഓക്കെ. ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് വെച്ചപ്പോ ആദ്യം പറഞ്ഞ എന്താ അറിയോ, പിന്നെ ഗ്യാസോലിനൊക്കെ ഒക്കെ എണ്ണ അടിക്കേണ്ട പൈസന്റെ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. Okay. ദിസ് വൺ. ഇത്രയും വലിയ വണ്ടിയൊക്കെ എനിക്ക് വേണോ? അടിപൊളി. ഇത് നമ്മളെ ഫിലിപ്പീൻസിലെ ജീപ്നി ഇല്ലേ, ജീപ്നി അതുപോലെ തന്നെ ഉണ്ട് വണ്ടി. പക്ഷെ അത്രയും നീളമല്ല, ഏകദേശം അതുപോലത്തെ ഒരു വണ്ടിയാണ്. എന്തായാലും കൊള്ളാം. ഓൾഡ് സിറ്റിൻ്റെ അടുത്താന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യമുണ്ട് കേട്ടോ അവിടെ പോയി താമസിക്കാൻ. ഞാൻ നോക്കി, booking.com നോക്കി, വലിയ പൈസ ഒന്നും കാണിക്കുന്നില്ല. കമ്പാരിറ്റീവ്ലി
നമുക്ക് തോന്നുന്നത് ഇവിടെ ഹോട്ടൽസിനൊക്കെ റേറ്റ് കുറവാണെന്നാണ്. പിന്നെ ഒരുവിധം ഹോട്ടലിലൊക്കെ നമുക്കൊരു മിനിമം വൃത്തി ഉറപ്പിക്കാം കേട്ടോ. അത് പിന്നെ വലിയൊരു കാര്യമാണ്. ഇവിടെ ഈ പരിപാടി ഉണ്ട് തോന്നുന്നു കേട്ടോ. നമ്മൾ ഫിലിപ്പീൻസിൽ നമ്മൾ കണ്ടിരുന്നില്ലേ ട്രൈസൈക്കിള്, ബൈക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ സാധനം പിടിപ്പിച്ചിട്ടുള്ള പരിപാടി. ഇതിപ്പോൾ ഞാൻ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും ഒരെണ്ണം കണ്ടായിരുന്നു. അങ്ങനെ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. നേരം വെളുത്ത് തുടങ്ങിയിട്ടുള്ളൂ. റോഡുകളൊക്കെ ഒരുവിധം വിജനമാണ്. അപൂർവം വണ്ടികളെ റോഡിലൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ചിയാങ്മായ് എത്തി എന്ന് മാത്രമേ ഉള്ളൂ. ചിയാങ്മായെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുള്ളൂ. എനിക്ക് കാര്യമായ അറിവൊന്നും ഈ സ്ഥലത്തെ കുറിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് പഠിക്കണം, പിന്നെ ഇവിടെ എവിടെയൊക്കെ പോകണം എന്നൊക്കെ ഒന്ന് തീരുമാനിക്കണം ഹോട്ടലിൽ എത്തിയതിന് ശേഷം. ആ മെയിൻ റോഡ് വിട്ടിട്ട് നമ്മൾ ചെറിയ റോഡിൽ കയറി കേട്ടോ. ഇപ്പം കണ്ടോ, ഒരു കുഞ്ഞ് റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് ദൂരം കൂടിയല്ലോ. അതാ കാടൊക്കെ ആയി തുടങ്ങിട്ടോ. അമ്മോ, സിറ്റിക്കകത്തൊന്നല്ലേ സംഭവം. ഇത് ഓൾഡ് സിറ്റിയുടെ ഒരു സൈഡാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ റോഡ് കണ്ടത് ഇങ്ങോട്ട് ഒരു ക്രോസ് ചെയ്യായിരുന്നു. അപ്പുറത്തെ ടൗണിൽ നിന്ന് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്താന്ന് തോന്നുന്നുണ്ട് ആ ചെറിയ റോട്ടിൽ കൂടി. ഞാൻ വിചാരിച്ചത് ഏതൊരു കാട്ടിക്കൂട്ടിയൊക്കെ പോകുന്നു. ഓക്കെ, ഇതാണ് കേട്ടോ വണ്ടി, നമ്മൾ വന്ന വണ്ടി. എനിക്ക് അവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേസ്റ്റൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ അവരുടെ പണി തുടങ്ങി കേട്ടോ. 5:50 ഇപ്പോൾ സമയം. ഇവിടെ എവിടെയാണ് നമ്മുടെ ഹോട്ടലിൽ കണ്ടത്? ട്രാവലർ ഇൻ. യെസ്, അത് തന്നെ. ഗുഡ് മോർണിംഗ്. Good morning, Sawadika. Okay, my friend. Okay. Thank you. Okay. റൂം എടുത്തു കേട്ടോ. കോമഡിയാണ്. നേരെ ഓപ്പോസിറ്റ് 7-Eleven ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. അതായത് 290 ബാത്ത് റൂമിൻ്റെ ചാർജ് കേട്ടോ ഒരു നൈറ്റിന്. പക്ഷേ ഇപ്പോൾ സമയം 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും നമുക്ക് 11 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏർലി ചെക്ക് ഇൻ തന്നു. ഇപ്പം തന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 100 ബാത്ത് എക്സ്ട്രാ കൊടുത്താൽ മതി. 390. കമ്പയർ ടു ബാങ്കോക്ക് അടിപൊളിയാണ്. ഞാൻ റൂം പോയി നോക്കി. എയർ കണ്ടീഷൻഡ് റൂമല്ല, ഇവിടെ നല്ല മഴയത്രേ. അപ്പോൾ ചൂടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അവർ ഗ്യാരണ്ടി ഒന്നൊക്കെ കേട്ടോ, ചൂടില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കാമെന്ന് പറഞ്ഞിട്ട്. ആ കാറ്റഗറിയിലെ AC റൂം ഇല്ലത്രേ, എല്ലാം ഫുള്ളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ധൈര്യത്തിലെടുത്താണ്. അപ്പോൾ 390 ബാത്തിന് നമുക്ക് ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാം. നാളെ ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും അത് ഓക്കെ ആയി. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടൽ. അപ്പോൾ വെള്ളമൊന്നും അവരവിടെ വെച്ചിട്ടില്ല കേട്ടോ. വെള്ളം 7-Eleven നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഹോട്ടലിൻ്റെ നേരെ മുമ്പിൽ തന്നെ കിട്ടും 7-Eleven. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നടക്കും. 800 ബാത്ത് കൊടുത്തിട്ട് ആ നാനാ പ്ലാസയിൽ എന്തുമാത്രം കൂറ റൂമിലാണ് താമസിച്ചതെന്നറിയോ. നാനാ പ്ലാസ മൊത്തത്തിൽ പണിയാണ് തന്നെ. ഫുഡ് എക്സ്പെൻസീവ്, റൂം എക്സ്പെൻസീവ്. എവിടെ പോയാലും ഒരു 7-Eleven ഉള്ളത് എന്ത് മഹാഭാഗ്യമാണ്. എന്തെങ്കിലും കഴിക്കാൻ എടുക്കാൻ നോക്കുമ്പോൾ ഒരെണ്ണത്തുമ്പോൾ ഇംഗ്ലീഷ് എഴുതിയിട്ടില്ലല്ലോ. ഓക്കെ, വെള്ളവും അത്യാവശ്യം ചെറിയ വിശപ്പടക്കാനുള്ള സാധനം വാങ്ങിച്ചിട്ടോ. ഇനി കുറച്ച് സമയം ഉറങ്ങണം. ഞാൻ റൂം കൂടി കാണിച്ചു തരാം കേട്ടോ. ഈ പൈസക്ക് കിട്ടിയ റൂം ജസ്റ്റ് എനിക്കൊന്ന് കാണിച്ചു തരാം. ഹോട്ടലിൻ്റെ മെയിൻ എൻട്രൻസ് വഴി അല്ലാതെ വേറൊരു വഴി കൂടി പുള്ളി എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. ആ റൂമിലേക്ക് പോകാനും വരാനും. അതെ, ആ പാർക്കിങ്ങിലേക്ക് പോകുന്ന വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്ന ആ വഴി. ഹലോ, കം. രാവിലെ തന്നെ. ശരി, ടാറ്റ, ബൈ. ടാറ്റ, ബൈ. രാവിലെ തന്നെ ഹലോ എന്ന് പിന്നാലെ വന്നിട്ട് വിളിക്കുന്നു. കൊള്ളാം. ഉണ്ടോ ഇതാട്ടോ റൂം. ഉണ്ടോ, അത്യാവശ്യം നല്ല വൃത്തിയും വെടുപ്പുള്ള വലിപ്പമുള്ള റൂമാണ്. നല്ല വൃത്തിയാണ്, അതാണ് മെയിൻ കാര്യം. ബാത്റൂമൊക്കെ ആണെങ്കിലും നീറ്റായിരിക്കും. അതിപ്പോൾ ചെറിയ പൈസക്ക് കിട്ടുന്ന ഹോട്ടലാണെങ്കിലും നമുക്കത് പ്രതീക്ഷിക്കാം കേട്ടോ. ലക്ഷറി സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതുണ്ട്. ഇത് ഒരുപാട് പഴയ ഹോട്ടലാണ്. കണ്ടോ, നമ്മുടെ നാട്ടിലെ PWD ഗസ്റ്റ് ഹൗസിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ പഴയ മരത്തിൻ്റെ ഫർണിച്ചറുകളൊക്കെ ആയിട്ട് അങ്ങനത്തെ റൂം. എന്തായാലും കൊള്ളാം. ഇതൊക്കെയാണ്, ചൂടില്ലെങ്കിൽ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇതാ എല്ലാം സെറ്റായി. ഞാൻ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ 14.5 മണിക്കൂറിൻ്റെ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാങ്കോക്കിൽ നിന്ന് ഇപ്പോൾ ചിയാങ് മായ് എത്തിയിട്ടുള്ളത്.
അപ്പോൾ ഇന്നെന്തായാലും കുറച്ച് നേരം എനിക്ക് ഉറങ്ങണം. അതിന് ശേഷം നമുക്ക് ഈ ഓൾഡ് ടൗൺ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് കുറേ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഈ ഓൾഡ് ടൗണിനെ കുറിച്ചിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ടാക്സിക്കാരാണെങ്കിലും ഹോട്ടലുകാരനാണെങ്കിലും ഒക്കെ. പിന്നെ വേറെ എന്താണ്, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വേറെ കുറച്ച് അകത്തേക്കൊക്കെ പോയിട്ടുള്ള പരിപാടികൾ നോക്കണം. ഞങ്ങളല്ലേ ഒരു മൗണ്ടേനിയസ് റീജിയനാണ് നോർത്തേൺ തായ്ലൻഡിൻ്റെ. അപ്പോൾ കാട്ടിക്കൂടിയോ മലയിൽക്കൂടിയോ ഒക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആലോചിക്കണം. ഒന്നും പ്ലാനല്ല, ഒക്കെ നാളത്തെ പ്ലാൻ ഇന്ന്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ എടുക്കണം. ബൈ.